ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. മുന്തിരിക്കൊത്താണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് സാധാരണ നമ്മുടെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പം വടക്കോട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ മുന്തിരിക്കൊത്തെന്ന് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും മുന്തിരി കൊണ്ട് എന്തെങ്കിലും സംഭവമായിരിക്കുമെന്ന്. ഈ പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ വറുക്കാൻ എടുത്തേക്കുന്നത് ഒരു 250 ഗ്രാം ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുപയർ നന്നായിട്ട് കഴുകി ഉണക്കി വേണം എടുക്കാം കേട്ടോ. ഉണക്കി വേണം വറുത്തെടുക്കാൻ വേണ്ടി. നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. എന്നിട്ട് ഈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ റവയൊക്കെ എടുക്കുമ്പം ഒരു തരിതരിപ്പില്ലുണ്ടല്ലോ, ആ ഒരു രീതിയിൽ പൊടിച്ച് നല്ല ഫൈൻ പൗഡർ ആക്കരുത്. ഒരു തരിതരിപ്പ് വേണം, എന്നാലേ നമുക്ക് ഇത് ഉരുള പിടിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ വറുത്തെടുത്ത പയർ മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ പാനിൽ തന്നെ ഞാൻ തേങ്ങ വറുക്കുകയാണ്. തേങ്ങയും ഇതേ അളവിലാണ് എടുത്തേക്കുന്നത്. ഇതേ അളവിൽ കുറച്ചും കൂടെ കൂടുതൽ 1.25 കപ്പ് അളവിൽ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. തേങ്ങയും ഇതേപോലെ നന്നായിട്ട് ബ്രൗൺ നിറത്തിലാകും വരെയും വറുത്തെടുക്കുക. നമ്മൾ തീയലിനൊക്കെ വറുക്കത്തില്ലേ, അതേപോലെ ആ നിറത്തിൽ ആക്കിയെടുക്കാം. ഇപ്പം നല്ല ഡാർക്ക് ബ്രൗണിലായിട്ടുണ്ട്. ഇനി നമുക്കിതും തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ പയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും പൊടിച്ചെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി. ഒരു തരിതരിപ്പ് വേണം, എന്നാലേ നമുക്ക് ഇതുപോലെ ഉരുള പിടിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ വറുത്ത തേങ്ങയും ഇതേപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ. നമുക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആ 250 ml അതേ കപ്പ് അളവിൽ ശർക്കര പാനിയാക്കിയതാണ് കേട്ടോ. ശർക്കര പാനിയാക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് ലൂസാക്കി വേണം എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിക്കൊത്ത് നല്ല ഹാർഡായിപ്പോവും. അപ്പം ശർക്കര പാനി നല്ല ശർക്കര വെള്ളം പോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് മാവ് ഉള്ളതുപോലെ തോന്നും. അപ്പം പേടിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആവും കേട്ടോ. നമുക്ക് ഉരുള പിടിക്കാൻ പരുവത്തിലുള്ള ടൈറ്റിലാവും. കാരണം നമ്മുടെ ഇത് പയർ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്നതല്ലേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ ചുക്കിൻ്റെ പൊടിയും ഒരു നുള്ള ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കത് മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കാം. അപ്പം വറുത്ത അരിപ്പൊടി ഒരിക്കലും എടുക്കരുത്. അത് ബോൾസ് എല്ലാം പൊടിഞ്ഞു പോകും. നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ തന്നെ ബോൾസ് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വറുക്കാത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ലൂസ്, ഒരുപാട് അങ്ങ് ലൂസ് ആക്കരുത്. നമുക്കറിയാമല്ലോ, നമ്മുടെ മാവ് ഒന്ന് പിടിച്ചിരിക്കുന്ന ആ പരുവത്തിൽ എടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടിത് കലക്കിയെടുക്കാം. ഇപ്പം ബോൾസെല്ലാം വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടി. നമ്മൾ നാടൻ പലഹാരമല്ലേ, ഇപ്പോൾ വെളിച്ചെണ്ണയിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടി. ഇനി ബോളാക്കി എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം. ഇത് ബാറ്ററിലിട്ട് ഇട്ട് വെക്കണ്ട, ചിലപ്പോൾ അത് കുതിർന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാം. പ്രത്യേകിച്ചും ഇതേപോലെ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുമ്പം ഫ്ലെയിം നന്നായി ശ്രദ്ധിച്ചോണം. കാരണം ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മൾ ഈ ചീനച്ചട്ടി പെട്ടെന്ന് ചൂട് പിടിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇതിപ്പം എണ്ണയ്ക്കകത്ത് ഒരുപാട് നേരം കിടന്ന് വെന്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് നമ്മൾ വറുത്തെടുത്തതല്ലേ. അതുകൊണ്ട് ഇനി അത് വേവേണ്ട ആവശ്യമില്ല. പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇത് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതേപോലെ നമുക്ക് കുറച്ച് നേരത്തെ ഈ ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കി വെച്ചാലും അതേപോലെ പയറൊന്ന് പൊടിച്ച് വെച്ചാലും നമുക്ക് പെട്ടെന്ന് നിന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് വറുക്കാനിടുമ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഒരുപാട് അങ്ങ് തിക്കി ഇട്ട് കൊടുക്കരുത്, ചിലപ്പം ഇത് പൊടിഞ്ഞു പോകും. കാരണം നമ്മുടെ അരിപ്പൊടിയല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂലയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് ഇത് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഹാർഡാണ് കേട്ടോ ഈ സംഭവം. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നാടൻ പലഹാരം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.